الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഭയപ്പെടുവാനും അകന്നു നിൽക്കുവാനും ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മനുഷ്യർ ഒരുപാട് കഴിവുകളും ശേഷികളും അതടിസ്ഥാനത്തിൽ ഒരുപാട് ജീവിത സൗകര്യങ്ങളും നേടുന്നവരാണ്. നേടിയെടുക്കുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ ഒരിക്കലും മതി വരികയും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ശേഷിയും സമയവും അധ്വാനവും എല്ലാ സ്വാധീനങ്ങളും ഭൗതിക ജീവിത സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനും അവ സ്വന്തമാക്കുന്നതിന് വേണ്ടിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനുഷ്യരുടെ ഒരു പ്രത്യേകത. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യർ വളരെ ദുർബലരും യഥാർത്ഥത്തിൽ കഴിവില്ലാത്തവരും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളെ തടയാൻ അറിവോ ശേഷിയോ ഇല്ലാത്തവരുമാണ്. അതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ബലഹീനത. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിൽ വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഈ ജീവിത പ്രയാണത്തിന് മധ്യേയാണ് നിങ്ങൾ യത്നിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ജീവിത സൗകര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അത് വിട്ടുകൊടുക്കുകയും ധർമ്മം ചെയ്യുകയും ദാനം ചെയ്യുകയും വേണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്.
ആ കൽപ്പന നിങ്ങളിൽ ഓരോരുത്തർക്കും എപ്പോഴാണോ മരണം സംഭവിക്കുന്നത് അതിനു മുൻപ് അത് ചെയ്തു കഴിയണം. അപ്പൊ എപ്പോഴാണ് മരണം എന്നത് ഒരു മനുഷ്യനും അറിയാത്ത കാര്യമാണ്. അതെത്ര വിദഗ്ധരാണെങ്കിൽ പോലും പറയുമ്പോൾ അത് ആ സൂചനയുണ്ട് ഈ സൂചനയുണ്ടെന്നൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആരും അവരവരുടെ ജീവിതാവസാനത്തിൻ്റെ നിർണിത സമയത്തെക്കുറിച്ച് ബോധ്യം വരുന്നവരല്ല. അപ്പം അതിനു മുൻപാണ് ഈ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത്. അപ്പം അതിലൊരു വലിയ ഒരു കാര്യം അടങ്ങിയിട്ടുള്ളത് ഓരോ മനുഷ്യർക്കും അത് അറിയാത്തത് കൊണ്ട് എന്നും എല്ലാ സമയവും പരമാവധി നല്ല ജീവിതത്തിന് യത്നിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു പൊരുള്. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ലല്ലോ. അതിനു മുൻപാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എനിക്ക് കുറച്ച് സമയം കൂടി നീ പിന്തിപ്പിച്ചാൽ. വലിയ കാലാവധി ഒന്നും അല്ല ചോദിക്കുക. ഓരോ മനുഷ്യരുടെയും അന്തരാത്മാവിൻ്റെ ആഗ്രഹം അത് എങ്ങനെയാണോ പ്രതിഫലിപ്പിക്കാൻ കഴിയുക അതാണ് ഇവിടെ അള്ളാഹു അവൻ്റെ മനസ്സ് വായിക്കുകയാണ്. ഇലാ അജലിൻ ഖരീബ്, തൊട്ടടുത്ത ഒരു അവധി വരെ. അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാകുക? ഫഅസ്സദ്ദഖ, ഞാൻ ധാരാളം ധർമ്മം ചെയ്യും. നിശ്ചയമായും ഞാൻ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ്. പുണ്യം നേടാനുള്ള ഏറ്റവും വലിയ ഒരു വഴി അതാണ്, ദാനധർമ്മമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വിജയവും നേടിക്കൊടുക്കുന്ന ഒരു പുണ്യകർമ്മം കൂടിയാണ് ദാനധർമ്മം. അത് എനിക്ക് എത്രയാണോ തൊട്ടടുത്തൊരു കാലപരിധി നിശ്ചയിക്കുന്നത് അതുവരെ ഇനി ഞാനത് വർദ്ധിച്ച തോതിൽ അത് നിർവഹിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു മറുപടിയുണ്ട്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു മനുഷ്യനും അള്ളാഹു പിന്തിപ്പിക്കാറില്ല. ഇദാ ജാ അജലുഹ, അവന് നിർണയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ. അള്ളാഹു നിജപ്പെടുത്തുന്ന ഒരവധിയുണ്ട് എല്ലാ മനുഷ്യർക്കും. പിറവി കൊള്ളുന്ന ആദ്യ നാളിൽ തന്നെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് അള്ളാഹു അത് നിശ്ചയിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പൊ അവൻ രൂപപ്പെടുന്ന ആദ്യ നാളിലാണ് അവൻ്റെ കാലാവധി നിർണയിച്ചത്. ആ നിർണിത കാലം എത്തിയാൽ പിന്നെ പിന്തിപ്പിക്കാറില്ല, കുറച്ച് നീട്ടിക്കൊടുത്തേക്കാം എന്നില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിരീക്ഷണ ജ്ഞാനമുള്ളവനാണ്. ആഴമേറിയ അഗാധമായ അറിവ് മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് അവൻ എന്താകും എന്ത് ചെയ്യും ഇതൊക്കെ പടച്ചവൻ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു അവന് നീട്ടിക്കൊടുക്കുകയില്ല. അപ്പം മനുഷ്യരെ സംബന്ധിച്ച് ഈ ഭൗതിക ജീവിതത്തിൽ ആർജിതമായ ശേഷികളും കഴിവുകളും അതുപോലെ തന്നെ അവൻ സ്വരൂപിച്ച ഭൗതിക ജീവിത സാഹചര്യങ്ങളിലും മതിവരാതെ രാപകൽ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ഏറ്റവും ബലഹീനതയാണ് അവൻ്റെ കാലാവധിയെക്കുറിച്ചുള്ള അജ്ഞത. അതിൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അങ്ങനെയാണ്. അത് അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, സൂറ സുമറിലെ ഒരായത്താണ്. ഒരു വലിയ ആയത്തിൻ്റെ ഏറ്റവും ഒരു ഭാഗം മാത്രമാണ്. നിശ്ചയം നീ മരിക്കും,
മറ്റുള്ള എല്ലാവരും മരണപ്പെടും. അപ്പൊ റസൂലുള്ളയുടെ മരണം സഹാബികളെ സംബന്ധിച്ച് ഓർക്കാപ്പുറത്താണ്. ചെറിയ ഇതിങ്ങനെ ആകുന്ന ഒരു കാര്യമില്ല, ഒരു ചെറിയ പനിയേ ഉണ്ടായുള്ളൂ. അതിന് ഇത്ര മാത്രമോ? അത് മാത്രമല്ല, നബിയോടുള്ള അതിരറ്റ വിവരണാതീതമായ ഹൃദയബന്ധം, അവരുടെ ജീവൻ തന്നെ അതിന് പകരം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ സന്നദ്ധരാണ്. അതുകൊണ്ടാണ് ബുഖാരിയിലൊക്കെയുള്ള ഹദീസുകളിൽ റാവികൾ പറഞ്ഞു വരുമ്പോൾ ഫിദാ അൻ ലക്ക അബി വ ഉമ്മി എന്ന വാക്ക് പ്രമുഖ സഹാബികളൊക്കെ പറയാറുണ്ട്. സിദ്ദീഖുൽ അക്ബറിനെ പോലെ, ഉമറുൽ ഖത്താബിനെ പോലുള്ള സഹാബിമാർ. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങയ്ക്ക് ആകട്ടെ, തെണ്ടമാകട്ടെ എന്നാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ സർവത്തെക്കാളും ഉപരി ഹൃദയബന്ധത്തിൻ്റെ അഗാധമായ നൂലടുപ്പമാണ് ഓരോ സഹാബിയും നബിയും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നബിയുടെ വിടവാങ്ങൽ അത്ര പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയത്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. 2, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബലിഹിർ റുസുൽ അഫഇം മാത്ത. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു റസൂല് മാത്രം, മനുഷ്യനാണ്, റസൂലായി തെരഞ്ഞെടുത്തതാണ്. അപ്പോഴാണ് അദ്ദേഹം റസൂലായുള്ളൂ. അങ്ങനെ അദ്ദേഹം നബിയും റസൂലുമായി. ഇതുപോലെ അംബിയാ മുർസലികൾ നുബുവത്ത് കൊടുത്ത്, റിസാലത്ത് കൊടുത്ത്, തെരഞ്ഞെടുത്ത് ജനങ്ങൾക്കിടയിൽ ദഅവത്തിന് വേണ്ടി നിയോഗിതരായ എണ്ണമറ്റ അംബിയാ മുർസലുകൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി അഫഇം മാത്ത, മുഹമ്മദ് മരണപ്പെട്ടാൽ, ഔ ഖുത്തില, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം വധിക്കപ്പെടാം. അങ്ങനെ രണ്ടിലേത് സംഭവിച്ചാലും ഇൻകലബത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുമോ? നിങ്ങൾ ആർജിച്ച ഈ വിശ്വാസത്തിൻ്റെ ദൃഢത വിട്ടിട്ട് നിങ്ങൾ വിശ്വാസരാഹിത്യം ഉൾക്കൊള്ളുമോ എന്നാണ് ഖുർആൻ അവിടെ ചോദിച്ചത്. അപ്പൊ എല്ലാവരിലും അള്ളാഹു നിശ്ചയിച്ചതും ആരെയും അറിയിക്കാത്തതും എന്നാൽ ഓരോരുത്തരെയും അനുഭവപ്പെടുത്തുന്നതുമായ പൂർണ്ണമായ ബലഹീനത അവനെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ആ ബോധ്യം നൽകുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വിട പറയുക എന്ന് പറയുന്നത്. ഏതൊരാളും കരണ്ട് പോയി. അപ്പൊ അങ്ങനെയാണുള്ളത്. ഇപ്പൊ നമുക്ക് കരണ്ട് പോയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയില് അതിൻ്റെ നിർണിതത്വത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ആദ്യം പറഞ്ഞ ആയത്തിൽ പിന്തിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് തോന്നുന്നു ഇത് അത്ര നേരത്തെ ആയിപ്പോയല്ലോ എന്ന് പറയുമല്ലോ നമ്മൾ. അപ്പൊ അത് അള്ളാഹു വെളിപ്പെടുത്തിയത് നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്കിടയിൽ അള്ളാഹു മരണം നിർണയിച്ചതാണ്. ഒരിക്കലും നമ്മൾ ആ നിർണയിച്ച ആ സന്ദർഭത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയില്ല. പിന്നോട്ടും പോവില്ല, മുന്നോട്ടും പോവില്ല. സൂറത്തുൽ വാഖിഅയിലെ ഒരായത്താണ്. എങ്ങനെയാണ് മനുഷ്യൻ വിട പറയുക ഈ ലോകത്തോട്? 2 ക്രമത്തിൽ ഖുർആൻ തന്നെ നേർക്ക് നേരെ അത് പഠിപ്പിക്കുന്നു. അതിനകത്ത് വലിയ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അള്ളാഹു അത് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ്. മരണം ഒരു ആസ്വാദ്യമാണ്, രുചികരമാണ്. അനുഭവങ്ങൾ അവൻ്റെ മുൻപിലും അവനിലും ഉണ്ടായിക്കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് എന്നത്രേ
ഇബ്നുൽ ഖയ്യിം അലൈഹി റഹ്മയെ പോലുള്ളവർ സാദുൽ മആദിൽ അത് വിവരിച്ചത്. ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണല്ലോ സത്യത്തിൽ. അത് അവിടെ അള്ളാഹു അറിയിച്ചു അല്ലദീന തതവഫാഹുമുൽ മലായികത്തു അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. സൂറത്തുൻ നഹലിലെ ഒരായത്താണ്. പരിശുദ്ധരായിരിക്കെ എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം നയിച്ച് നല്ല ജീവിതങ്ങളിലൂടെ സഞ്ചരിച്ച നല്ല മനസ്സുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പടച്ചവൻ തൃപ്തിപ്പെട്ട ഒരു മനുഷ്യൻ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു, മലക്കുകൾ അവരെ പൂർണ്ണമായി പിടിച്ചെടുക്കും അഥവാ മരിപ്പിക്കും. ത്വയ്യിബീന, അവർ ഏറ്റവും നല്ലവരാണ്, പരിശുദ്ധരാണ്. അപ്പൊ പരിശുദ്ധരായ ആളുകളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മലക്കുകൾ അവരെ പരിപൂർണമായി ഈ ലോക ജീവിതത്തിൽ നിന്ന് അവരെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ മലക്കുകൾ അവരോട് പറയുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമവും വേദനയും ഉണ്ടാകുന്ന ഒരു സമയം, ആ ആത്മാവ് അനുഭവിക്കുന്ന ഒരനുഭവം സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ട്. ഇതാണ് മലക്കുകൾ അവനോട് പറയുക. ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ നന്നായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് അവൻ ഒരുക്കിയ സ്വർഗം നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞും അവരെ ഏറ്റവും കൂടുതൽ ജിജ്ഞാസുക്കളാക്കി മാറ്റിയും ആ ആത്മാവുകളെ മലക്കുകൾ പൂർണ്ണമായി പിടിച്ചെടുക്കും. ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല മനുഷ്യരെ സംബന്ധിച്ച് അത് സഹാബികളിൽ ചിലർ, ഒരുപാട് സഹാബികൾ മരണം ഒരു സുഗന്ധ പരിമളം അത് അവര് ശ്വസിച്ചുകൊണ്ടാണ് മരിച്ചിരുന്നത് എന്ന് ഒരുപാട് സഹാബികളുടെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു സുഗന്ധം ആ സമയത്ത് അവർ അനുഭവിക്കുകയാണെന്നാണ്, സ്വർഗത്തിൻ്റെ. രണ്ട് ബുഖാരിയിൽ വന്ന ഹദീസില് സ്വർഗം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്. അപ്പൊ പടച്ചവന് അവന് വേണ്ടി ഒരുക്കിയ ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ എന്ന് പറഞ്ഞല്ലോ. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ആ സ്വർഗം ഇന്നതാണെന്ന് അവനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് അതിൻ്റെ മുൻപിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒന്നുമല്ലാന്ന്. അത് ശുഹദാകളെ സംബന്ധിച്ച് വിവരിച്ച ഒരു ഹദീസില്, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസ്, എന്താണ് ഷഹീദുമാരാഗ്രഹിക്കുന്നത്? ശുഹദാക്കൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും മുന്തിയ പ്രതിഫലമാണ് പരലോകത്ത് അല്ലാഹു ഒരുക്കിയത്. അത് അനുഭവിക്കുന്ന ഓരോ സഹാബിയും, ശുഹദാക്കളും ഷഹീദന്മാരും വീണ്ടും ഭൂമിയിൽ വരിക, വീണ്ടും ഷഹീദാവുക. അപ്പോഴും ഈ ഭൂമിയിൽ വന്ന് ജീവിക്കണമെന്നല്ല, അടുത്ത രണ്ടാം ഘട്ടവും ഷഹീദാകണമെന്നാണ് ആഗ്രഹം. അത്ര ആസ്വാദ്യത പകരുന്നു ശുഹദാക്കളുടെ ജീവിതം പരലോകത്ത്. ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ ഉണർത്തിയത്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്തതനുസരിച്ച്. അപ്പൊ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വർഗം കാണുമ്പോൾ അവന്റെ കണ്ണുകൾ വികസിക്കും, കവിൾത്തടങ്ങളെല്ലാം അതിനോടുള്ള, നമ്മളൊരു പൂന്തോട്ടത്തിൽ ഹൃദ്യമായ വാസന അനുഭവിക്കുമ്പോൾ എങ്ങനെയാണോ മുഖത്ത് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്, ആ നിലയിലാവും. അപ്പൊ മുക്രയിടുന്ന രീതിയൊന്നും ഉണ്ടാവില്ല ആ സമയം.
ഏറ്റവും ശാന്തമാണ്. വെണ്ണയിൽ മുടി വലിച്ചെടുക്കുന്ന അത്രയും ലാഘവമാണെന്നാണ് ഖുർആനിന്റെ തഫ്സീറുകളൊക്കെ പഠിപ്പിച്ചത്. അത്ര ലളിതമായിട്ടാണ്. എന്നാൽ മറുഭാഗത്ത് വലൗ തറ ഇദ് യതവഫല്ലദീന കഫറൂ വൽ മലായിക യളിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. ഈ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അത് നിഷേധികളാണ്. അവർക്ക് ജീവിക്കാൻ കിട്ടിയ സമയമൊന്നും പോരാ. ഒരു ജീവിതം നാളെ അനുഭവിക്കാൻ വേണ്ടിയാണല്ലോ ജീവിക്കേണ്ടത്. ഇസ്ലാമിക മര്യാദയും അതിൻ്റെ ആശയവും അനുസരിച്ച് നാളെ പരലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് മുസ്ലിമുകൾ. അങ്ങനെ ജീവിക്കാതെ നിഷേധികളായി കഴിഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താണ്? നീ കാണുന്ന പക്ഷം, വലൗത്തറ, അല്ലെങ്കിൽ നീ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് യതവഫല്ലദീന കഫറൂ വൽ മലായികത്തു, മലക്കുകൾ പൂർണ്ണമായി അവരെ പിടിച്ചെടുക്കും മരിപ്പിക്കുന്ന സമയം. യളിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും പിന്നിലും ശക്തമായി അടിച്ചുകൊണ്ടാണ് ആ ആത്മാവുകളെ അവർ എടുക്കുക. എന്നിട്ട് അവരവരോട് പറയും വദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന, ഭസ്മമാക്കി കളയുന്ന നരകാഗ്നി, ആ ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ടാണ്. ആ നിലയിലാണ് മലക്കുകൾ അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ രണ്ട് ക്രമമാണ് സൂചിപ്പിച്ചത്. ഒന്നുകിൽ മരണസമയത്ത് സ്വർഗം കാണിക്കപ്പെടും, അല്ലെങ്കിൽ നരകം കാണിക്കപ്പെടും. നരകം കാണിക്കപ്പെടുമ്പോൾ മലക്കുകൾ അവനോട് പറയുന്ന വാക്കാണ് ദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ട് മുഖത്തും പിന്നിലും പ്രഹരങ്ങളേൽപ്പിച്ചുമാണ് അവരുടെ ആത്മാവുകളെ പിടിച്ചെടുക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ വരുമ്പോൾ ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി റിജിഊൻ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. സൂറത്തുൽ മുനാഫിഖൂനിൽ നമ്മൾ തുടങ്ങിയ വചനത്തിന്റെ മറ്റൊരു വിവരണമാണ് സൂറത്തുൽ മുഅ്മിനൂൻ ഈ ആയത്തിലുള്ളത്. അപ്പൊ അതിനകത്ത് ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണമാസന്നമാകുമ്പോൾ, അല്ലാഹുവേ എനിക്ക് നീ ഒരു മടക്കം നൽകണം. ഒരു ജീവിതത്തിൽ കുറച്ച് നേരം ചോദിച്ചു, അതിന് മുന്തോ ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ അഭിലാഷമാണ് ലഅല്ലി അഅ്മലു സാലിഹ, ഞാൻ നന്നായി ജീവിക്കാൻ, സ്വാലിഹായ അമലുകൾ ചെയ്യാനാണ്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി കല്ലാ ഇന്നഹാ കലിമത്തുൻ ഖായിലുഹാ, അത് കേവലം പറച്ചിൽ മാത്രമാകുന്നു, അത് ആത്മാർത്ഥതയുള്ള വാക്കല്ല. ഒമിൻ വറാഇഹിം ബർസഖുൻ, എന്താ അങ്ങനെ പറയാൻ കാരണം? അവന്റെ പിന്നിൽ ബർസഖ് ഉണ്ട്. അതാണ് ഖിയാമത്ത് സംഭവിക്കുന്നത് വരെ ഇനി അവൻ ചെന്നുപെടുന്ന മേഖല ബർസഖിയായ ജീവിതമാണ്. അത് വിശ്വാസിയാണെങ്കിൽ എത്രയോ അനുഗ്രഹീതം. കാരണം സ്വർഗം ദർശിച്ചുകൊണ്ടും പരിമളം അനുഭവിച്ചുകൊണ്ടും സന്തോഷകരമായി അതിൽ പ്രവേശിക്കാൻ സന്ദർഭം ആഗ്രഹിച്ചും ആലോചിച്ചും സമയം കഴിച്ചു കൂട്ടും. അപ്പൊ അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാ ബർസഖിയായ ജീവിതം. ഇവിടെ നരകം ആസ്വദിച്ചും നരകം കണ്ടും ഭയപ്പെട്ടും എരിപൊരി കൊള്ളുന്ന മനസ്സിൽ അതിലേക്ക് എടുത്തെറിയപ്പെടുന്നത് ഓർത്തിട്ടാണ് ഇവിടെ കഴിയുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇനി മൂസ അലൈഹിസ്സലാമിന്റെ രക്ഷപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സൂറ അൽ മുഅ്മിനിൽ വന്ന ഒരായത്തോട് പറയുമ്പോൾ ഈ വിഷയം ഏതാണ്ട് രീതിയിലേക്ക് വരും.
ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മക്കറൂ, അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു, മൂസയെ രക്ഷിച്ചു. ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മക്കറൂ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളുടെയും തിക്തതകളിൽ നിന്ന് പടച്ചവൻ ആ മനുഷ്യനെ രക്ഷിച്ചു. വഹാഖ ബി ആലി ഫിർഔന സൂഅൽ അദാബ്, എന്നാൽ ഫിർഔനും അവന്റെ പ്രഭൃതികളായിട്ടുള്ള അനുചരർ ഒന്നടങ്കം മോശമായ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള കാര്യമാണ് ഈ ആയത്ത് ഉണർത്തിയത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ, നരകാഗ്നി ഫിർഔനും അവന്റെ അനുചരർ, മുമ്പ് പറഞ്ഞ നിഷേധികളുടെ വർണ്ണം പറഞ്ഞിരുന്നു. എല്ലാവരും അവരുടെ മുൻപിൽ നരകാഗ്നി പ്രദർശിപ്പിക്കപ്പെടും. അന്നാറു യുഅറദൂന അലൈഹാ ഉദുവൻ വഅശിയ്യൻ വയൗമ തഖൂമുസ് സാഅത്തു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, രാവിലെയും വൈകുന്നേരവും, രാവിലെയും രണ്ടു നേരം ഈ നരകാഗ്നി പ്രത്യക്ഷപ്പെടുത്തപ്പെടും. വയൗമ തഖൂമുസ് സാഅ, ആ സാഅത്ത്, ആ ഒരു ദിവസം നിലനിർത്തപ്പെട്ടു കഴിഞ്ഞാൽ, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, എല്ലാ തിന്മയുടെയും അഹ്ലുകാർ കഠിനമായ ശിക്ഷയിൽ അവർ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു ആജ്ഞാപിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പൊ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ വളർച്ച അനുസരിച്ചും കഴിവ് കൂടുന്നതനുസരിച്ച്, ശേഷി കൂടുന്നതനുസരിച്ച് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ അഹോരാത്രം മുഴുവൻ സമയവും തന്നെ ചെലവഴിച്ച് അതിൽ മടുപ്പില്ലാതെ മരണം വരുന്നത് വരെയും, അതിൻ്റെ സന്നിഗ്ധ ഘട്ടം വരെയും മനുഷ്യൻ അതിജീവനം നടത്തുകയാണ്. അപ്പോഴാണ് അവന്റെ മേൽ അള്ളാഹു ഗർഭാശയത്തിൽ നിർണയിച്ച ഒരു ദിവസമുണ്ട്, അത് സംഭവിക്കും. അത് അവനറിയില്ല, അവനത് തടയാൻ കഴിയില്ല, അതിജയിക്കാൻ കഴിയില്ല, ഒരു ഉപാധിയും വേറെ ഇല്ല. അത്ര ദുർബലമായ ബലഹീനത അനുഭവിപ്പിച്ചും രണ്ടാലൊരു അവസ്ഥ കാണിച്ചും അനുഭവിപ്പിച്ചും അള്ളാഹു ഈ ലോകത്തോൾ നിന്ന് അവരെ പിടിച്ചെടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. ഇത്രയും പറഞ്ഞത്, മനുഷ്യർ ഒരു ദിവസവും നല്ലതല്ലാതെ ജീവിച്ചുകൂടാ, തിന്മകളിൽ ശ്രദ്ധ വരാൻ പാടില്ല, അക്രമവാസന ഉണ്ടാകരുത്. ഒരു ദിവസം പോലും ഒരു പിണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. പിണക്കമാണ് ഉണ്ടായത് എങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇല്ലാത്തപ്പോഴായിരിക്കും അവന്റെ സമയം മരണം ഉണ്ടാകണത്. പിന്നെ അവൻ അത് അനുഭവിക്കുകയും മറ്റേയാൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും മരണം വരെയും. അപ്പൊ ഒരു പിണക്കത്തിന്റെ ആവശ്യമില്ല. പക്ഷെ മുസ്ലിമുകൾ ഇന്നും അടിന വ്രതത്തിലാണ്, മിണ്ടൂല, അത്ര പിണക്കമുള്ളവർ നമ്മളാണ്. അപ്പൊ ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ലഅല്ലി അഅ്മലു സാലിഹ, ഞാൻ നന്നായി സ്വാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് അഭിലഷിക്കുന്ന, അഭ്യർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ കിട്ടിയ അവസരം ഉപയോഗിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.